മാഡം വിളിക്കാൻ പോവുകയാണോ? വിളിക്കും മാഡം. രവി സാറിനെ തന്നെ വിളിക്കണേ. എന്നിട്ട് ആ ഫോൺ ഇങ്ങ് തരണം. എനിക്കും ചില കാര്യങ്ങൾ രവി സാറിനെ ബോധിപ്പിക്കാനുണ്ട്. അതുകൂടിയാവുമ്പോ നമുക്ക് രണ്ടാൾക്ക് ഒന്നിച്ചിറങ്ങാം. മാഡം പോകുന്ന വഴിക്ക് എന്നെ ആ നീരേറ്റ് കോളനിയിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്താ മതി. എന്നെ താനെന്താ ഭീഷണിപ്പെടുത്തുവാണോ? അയ്യോ മാഡം, മാഡത്തിനെ ഭീഷണിപ്പെടുത്തിയ സമയങ്ങളെയാണെന്നും ഞാനില്ല. സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ രവി സാറിനോട് പറഞ്ഞേക്കാം. മാഡം വിളിക്കുന്നില്ലെങ്കിൽ ഞാൻ വിളിക്കാം രവി സാറിനെ. താൻ എന്തു പറയുന്ന? പറയാനാണോ മാഡം കാര്യങ്ങളില്ലാത്തത്? തെളിവുകൾ സഹിതം മാഡം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ. ആദ്യം ഞാൻ മാഡം അയച്ചു തന്ന ഫോട്ടോ രവി സാറിന് അയച്ചു കൊടുക്കും. എന്നിട്ട് ഈ ഫോട്ടോ ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ കാണിക്കാൻ മാഡം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പറയും. മാഡം ഈ ഫോട്ടോ എനിക്ക് അയച്ചതിന്റെ സ്ക്രീൻഷോട്ടും ഞാൻ രവി സാറിന് അയച്ചു കൊടുക്കും. അതിനുശേഷം ശ്രീലക്ഷ്മിക്ക് മാനസിക രോഗമാണെന്ന് വരുത്തി തീർക്കാൻ മാഡം കാണിച്ച ചില തരികിട നമ്പറുകളും ഞാൻ രവി സാറിനെ അറിയിക്കും. ഇനി ശ്രീലക്ഷ്മിയെ മാനസിക രോഗിയാക്കാൻ മാഡം ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും രവി സാറിനെ ഞാൻ പറഞ്ഞ് വിശ്വസിപ്പിക്കും. അങ്ങനെ ഉള്ളതും ഇല്ലാത്തതുമായ കുറെ കാര്യങ്ങൾ ഞാൻ അങ്ങ് പറയും. അതോടെ മാഡം ഇറങ്ങേണ്ടി വരും. ഇവിടുന്ന് മാത്രമല്ല, വർമ്മൻ വില്ല എന്ന ആ വീട്ടിൽ നിന്ന് വരെ. പിന്നെ താൻ പറയുന്നതൊക്കെ ബ്രദറിനോ വിശ്വസിക്കാൻ പോവല്ലേ? തന്റെ ചരിത്രം എന്താണെന്നൊക്കെ ബ്രദറിനോയ്ക്ക് നന്നായിട്ട് അറിയാം. വെറുതെ ബ്രദറിനോയുടെ കയ്യിൽ നിന്ന് മേടിച്ചു കൂട്ടണ്ട. ഒരിക്കലും ഇല്ല മാഡം. ഇനിയുമുണ്ട് ത്രിവിക്രമന്റെ കയ്യിൽ തെളിവുകൾ. നല്ല ക്രിസ്റ്റൽ ആൻഡ് ക്ലിയർ തെളിവുകൾ. കണ്ണിന് കാഴ്ചയില്ലെന്ന് കരുതി എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് മാഡം കരുതരുത്. ടെക്നോളജിയൊക്കെ ഒരുപാട് വളർന്നില്ലേ മാഡം? ഇപ്പൊ സൗണ്ട് എന്ന് ഫോണിൽ നോക്കി പറഞ്ഞാ മതി, അപ്പ വരും കേട്ടാൽ ഞെട്ടുന്ന സൗണ്ട്. മാഡത്തിന് സംശയമുണ്ടോ? ദേ കേട്ടോ, സൗണ്ട്. ഇനി ഇതൊന്ന് മാഡം കേട്ടു നോക്കിയേ. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ പാട്ടുപോലെ കേട്ട് ആസ്വദിക്കാം. ഞാൻ പുലിയാണോ എലിയാണോ എന്നൊക്കെ അറിയിക്കാനാ തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. പിന്നെ ആ ഫോട്ടോ കൃത്യമായിട്ട് എല്ലാവരെയും കാണിക്കണം. താൻ തപ്പിത്തടഞ്ഞ് ഫോട്ടോ മാറിയൊന്നും കാണിച്ചേക്കരുത്. ഹലോ ഹലോ, സുദർശൻ ചേട്ടാ, ഞാൻ സന്ധ്യയാണ്. ആ മനസ്സിലായി. എന്താ സിസ്റ്ററെ? ശരി മോളെ, ഞാൻ വിളിക്കാം. സരോജം, നീ ഒരു ഓട്ടോ എടുത്ത് കടയിൽ പോയി സാധനങ്ങളും എടുത്ത് ആശുപത്രിയിലേക്ക് വന്നാ മതി. ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാം. എവിടെയാ ശ്രീടച്ചാ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. വേഗം വരാം. ആശുപത്രിയിൽ ചായ കൊടുക്കേണ്ട സമയമായി. നീ വേഗം അങ്ങോട്ട് പോകാൻ നോക്ക്. ഞാനവിടെ എത്തിക്കോളാം. ശ്രീലക്ഷ്മി, ക്ലോസ് യുവർ ഐസ്. റിലാക്സ്. ക്ലോസ് യുവർ ഐസ്. ശ്രീലക്ഷ്മി ഇപ്പോ മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കേണ്ട. മനസ്സ് ശാന്തമാക്കിക്കൊള്ളൂ. ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ജസ്റ്റ് റിലാക്സ്. റിലാക്സ്. ശ്രീലക്ഷ്മിയുടെ മനസ്സ് ഇപ്പോൾ ശാന്തമാണ്. തിരകളും മലകളും ഒഴിഞ്ഞ ശാന്തമായ കടൽ പോലെ. റിലാക്സ്. ഞാൻ ശ്രീലക്ഷ്മി മാഡത്തെ ഹിപ്നോട്ടൈസ് ചെയ്തപ്പോൾ മനസ്സിലായത് മാഡത്തിന്റെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ്. താൻ മറ്റൊരാളാണെന്ന് മനസ്സിൽ സ്ഥാപിച്ചു കഴിഞ്ഞു.
സാറിന്റെ മുൻ ഭാര്യ രാജനന്ദിനി താനാണെന്ന് ശ്രീലക്ഷ്മി മേഡം അന്ധമായി വിശ്വസിച്ചിരിക്കുകയാണ്. ഉപബോധ മനസ്സിൽ അത് കടന്നുകൂടിയ സ്ഥിതിക്ക് 1 or 2 കൗൺസിലിംഗ് കൊണ്ട് ഇത് മാറ്റാൻ പറ്റുന്ന ഒന്നല്ല. ഡോക്ടർ പറഞ്ഞു വരുന്നത് സാറിന്റെ ഭാര്യ ഒരു മനോരോഗിയാണ്. എത്ര പ്രവൃത്തി പരിചയവും വിദ്യാഭ്യാസ സമ്പന്നനുമായ ഡോക്ടറായാൽ പോലും ഒരു വ്യക്തിയുടെ താളം തെറ്റിയ മനസ്സ് മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ്. സാറ് കേട്ടിട്ടില്ലേ, മൈൻഡ് ഈസ് വൈൽഡ്. ഓരോ മനുഷ്യനും ഓരോ കാര്യങ്ങളും ഓരോ രീതിയിലാണ് ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും. ശ്രീലക്ഷ്മിയുടെ ചിന്തകൾ എന്നെയും സാറിനെയും പോലെ അല്ലെങ്കിൽ സാധാരണ ആൾക്കാരെ പോലെയാണെന്നും അസാധാരണമായി ഒന്നുമില്ല എന്നുമാണ് പറയേണ്ടത്. ഞാൻ മയക്കത്തില് എന്താ ഡോക്ടർ പറഞ്ഞത്? വേറൊന്നും പറഞ്ഞില്ല. ആദ്യം എന്നെ കാണാൻ വന്നപ്പോ അല്ലെങ്കിൽ ഉണർന്നിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ ശ്രീലക്ഷ്മി മയക്കത്തിലും പറഞ്ഞത്. പിന്നെ കൗൺസിലിംഗ് പ്രോസസ് എന്തായാലും നിർത്തണ്ട. 1-2 തവണ കൂടി വരേണ്ടി വരും. അസുഖമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഡോക്ടർ വരുന്നത്? 1-2 ടെസ്റ്റുകൾ കൂടി ചെയ്ത് നോക്കണം. മൈൻഡ് ഫുൾ ഫ്രീ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ടേ ശ്രീലക്ഷ്മി മേഡത്തെ ഞാൻ ഫ്രീ ആക്കൂ. ചില സമയത്ത് കൂടുതൽ എന്തെങ്കിലും ചോദിക്കുമ്പോ മാഡം വല്ലാതെ ഡിസ്റ്റർബ് ആകുന്നുണ്ട്. അതൊരു പ്രശ്നമല്ലെന്ന് വേണേൽ പറയാം. മനുഷ്യരെല്ലാവരും അങ്ങനെയല്ലേ. എന്നാലും 1-2 സിറ്റിംഗ്സ് കൂടി നല്ലതാണ്. അപ്പോ എനിക്ക് പൂർണ്ണമായ അസുഖമില്ലെന്ന് ഡോക്ടർക്ക് ഒരു ഉറപ്പില്ലല്ലേ? നോ 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 നോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ചെറിയ ചില പ്രശ്നങ്ങൾ, അത് കാര്യമാക്കേണ്ട വിഷയമല്ല. എന്നിരുന്നാലും ആ പ്രശ്നം കൂടി മാറിയാൽ മാഡത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും. അതോടെ രവി സാറിനും നല്ല മനസമാധാനം കിട്ടും. മനസ്സിന്റെ കാര്യമല്ലേ മാഡം, എപ്പോ എങ്ങോട്ടാ സഞ്ചരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ഈ മനസ്സ് എങ്ങോട്ടാ സഞ്ചരിക്കുന്നതെന്നും എന്റെ പ്രശ്നങ്ങൾ എന്താണെന്നും ഈ ലോകത്ത് ആരെക്കാളും നന്നായി എനിക്കറിയാം. ഞാൻ നോർമലാണെന്ന് ഡോക്ടർ പറയുന്ന വെറുതെ. ഈ പ്രശ്നങ്ങളൊക്കെ മാറാനുള്ള പ്രതിവിധി എന്റെ അന്വേഷണം ലക്ഷ്യത്തിലെത്തുക മാത്രമാണ്. അതുവരെയുള്ളൂ എല്ലാവരുടെയും സംശയങ്ങളും ചോദ്യങ്ങളും. തന്റെ മനസ്സിനുള്ളിൽ എവിടെയോ രാജനന്ദിനിയെ പോലെ ആകണമെന്ന് തന്റെ ആഗ്രഹം ഉറച്ചുപോയി. ആ ആഗ്രഹമാണ് താൻ മറക്കേണ്ടത്. ഒരാൾക്ക് പകരമാകാൻ ആർക്കും ആകില്ല ശ്രീലക്ഷ്മി. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തനിക്കും അറിയാം. എന്നിട്ടും താൻ വെറുതെ അറിയാം സർ. പക്ഷെ
ഞാൻ ആർക്കും പകരക്കാരിയാവാൻ ആഗ്രഹിച്ചതല്ല. ഇതാണ് ഞാൻ തന്നെയാണ് രാജനന്ദിനി എന്ന് സാറ് വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ മനസ്സിലുള്ളതൊക്കെ സാറിനോട് തുറന്നു പറയണം എന്നെനിക്കുണ്ട്. പക്ഷെ അങ്ങനെ ഞാനൊരു തുറന്നു പറച്ചിൽ നടത്തിയാൽ അതോടെ രാജനന്ദിനിയുടെ മരണത്തിന് കാരണമായവരോട് അടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ അന്വേഷണങ്ങൾക്ക് മുന്നിലുള്ള ഓരോ വാതിലുകളും അടയും. എനിക്കത് കണ്ടെത്തണം സർ. രണ്ട് ജന്മങ്ങളിലെയും പ്രണയമാണ് സർ. അത്രയും പ്രണയം മറ്റൊരു പുരുഷനും ഈ ലോകത്ത് കിട്ടിയിട്ടുണ്ടാവില്ല. ആ പ്രണയത്തിന്റെ തീവ്രത സാറിന്റെ മനസ്സിലേക്ക് കുളിർമയായി നൽകാനാവാതെ നീറുകയാണ് ഞാൻ. താനിങ്ങനെ മൗനമായിട്ടിരുന്നിട്ട് കാര്യമില്ല ശ്രീലക്ഷ്മി. താൻ സംസാരിക്കേ, ശ്രീലക്ഷ്മിയായിട്ട് സംസാരിക്കേ, പഴയതുപോലെ. അതാണ് ശ്രീലക്ഷ്മി ഞാനും ആഗ്രഹിക്കുന്നത്. അതാണ് തന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്താ ശ്രീലക്ഷ്മി താന്നും പറയാത്ത? എനിക്ക് കുറച്ച് സമയം വേണം സർ. എന്നിലുണ്ടായിരുന്ന സാറ് പറയുന്ന മാറ്റങ്ങൾ കഴിയുന്നത്ര വേഗം ഞാൻ മാറ്റിയെടുക്കാൻ ശ്രമിക്കാം. സാർ ആഗ്രഹിക്കുന്ന മാറ്റം എന്നിലുണ്ടാവുന്നത് വരെ സാറിന് എന്നോട് വിരോധമൊന്നും തോന്നരുത്. സാറിനെ വെറുക്കരുത്. എന്താ ശ്രീലക്ഷ്മി താൻ എന്നെ കുറിച്ച് അങ്ങനെയാണോ വിചാരിക്കുന്നത്? എപ്പോഴും ഞാൻ ശ്രീലക്ഷ്മിയുടെ ഒപ്പം ഉണ്ടാവും. തന്റെ എല്ലാ മാനസിക സംഘർഷങ്ങളും മാറുന്നതുവരെ തുണയായിട്ട് ഞാൻ തന്നോടൊപ്പം ഉണ്ടാവും. തന്നെ വെറുക്കാനോ തന്നോടുള്ള സ്നേഹത്തിന്റെ ഒരു അംശം കുറയാനോ എനിക്ക് കഴിയില്ല ശ്രീലക്ഷ്മി. ഇതാ രേഖ, താൻ പറഞ്ഞതുപോലെ 25 ലക്ഷം രൂപയുണ്ട്. താങ്ക് യു രഘു. നിക്ക്. കാശ് തരുന്നതിന് മുന്നേ ഒരു കാര്യം എനിക്കറിയണം. അല്ല, തനിക്ക് എന്തിനാ ഇപ്പോ ഇത്രയും കാശിന്റെ ആവശ്യം? രഘു, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാനാണെങ്കിൽ ഈ കാശ് രഘു എനിക്ക് തരണമെന്നില്ല. അയ്യോ രേഖ, താൻ പിണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല. ഇത്രയും കാശ് അത്യാവശ്യമായി ഇപ്പൊ തന്നെ വേണോന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ. എന്റെ രഘു, എനിക്ക് എന്റേതായ ആവശ്യങ്ങളില്ലേ? അന്ന് ശ്രീലക്ഷ്മിയുടെ അച്ഛൻ കൊണ്ടുവച്ചിരുന്ന 15 ലക്ഷം രൂപ താൻ എടുത്ത് ചെലവാക്കി. ഇന്നിപ്പതാ 25 ലക്ഷം. രഘു ഇങ്ങനെ 25 ലക്ഷം രൂപ തരാൻ 45 ലക്ഷം ചോദ്യങ്ങൾ ചോദിക്കും. പിന്നെ എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ ഞാൻ രഘുവിനോട് ചോദിക്കുന്നത്. എന്റെ ചെലവുകളും കാര്യങ്ങളും രഘുവിനറിയോ? നല്ല കോസ്റ്റ്യൂംസ്, നല്ല ഓർണമെന്റ്സ്, ഒരു നല്ല നെക്ലസിന് കൊടുക്കണം രൂപ 10 ലക്ഷം. വർമ്മൻ കുടുംബത്തിലെ രഘുവർമ്മന്റെ ഭാര്യ മുത്തുമാല ഇട്ടുകൊണ്ട് നടന്ന അതിന്റെ നാണക്കേട് ആർക്കാ? എനിക്കോ രഘുവിനോ? രഘുവിനും കൂടി വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നേ? മനസ്സിലായി. ഇനി നിന്ന് പരിഭവം പറയണ്ട. ഇതാ, താൻ കൊണ്ടുപോയി എന്താന്ന് വെച്ചാ മേടിക്കും. താങ്ക് യു രഘു. എന്റെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളൊന്നാ എന്റെ രഘു. 25 ലക്ഷം തീരുന്നത് വരെ ഭാഗ്യം അല്ലേ രഘു കുഞ്ഞേ? ആ, ഇതാര്? ബാലമ്മയോ? ഇന്നെന്താ പതിവില്ലാതെ ഓഫീസിൽ? ഓഫീസ് ഇങ്ങോട്ട് മാറ്റിയ ശേഷം ഇതുവരെ ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിയില്ലല്ലോ. പണ്ട് എപ്പോഴോ വന്നിട്ടുള്ളതാ. ഇന്ന് ഞാൻ കരുതി ഒന്ന് ഇതുവരെ വരാമെന്ന്. അപ്പോ രവിക്കുഞ്ഞിനും ശ്രീലക്ഷ്മി കുഞ്ഞിനുമുള്ള ഭക്ഷണം കൂടി കൊണ്ടുവന്നു. നിങ്ങൾ രണ്ടാളും ഇവിടെ ക്യാൻറ്റീനിന്നല്ലേ കഴിക്കാറ്? എന്തായാലും ബാലമ്മ ഓഫീസ് കാണാൻ വന്നതല്ലേ. വാ, ഞാൻ ഇവിടെ മുഴുവൻ വിഷം വേണ്ട സർ, എനിക്ക് വിശപ്പില്ല. സാറ് കഴിക്കേ. അത് പറഞ്ഞാൽ പറ്റില്ല. ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. എനിക്ക് വേണ്ട സർ, വേണ്ടാത്തോണ്ടാ. അങ്ങനെ വാശി പിടിച്ച എങ്ങനെ ശ്രീലക്ഷ്മി? താൻ കഴിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണോ കഴിക്കുന്നത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ അങ്ങനെയല്ലേ സർ നടക്കുന്നത്? ശ്രീലക്ഷ്മി, അത് സർ ഞാൻ ഉദ്ദേശിച്ചത്, ഞാനിപ്പോ എന്റെ വീട്ടിലല്ലേ. ഞാനില്ലാത്ത ദിവസങ്ങളിൽ സാറ് വീട്ടിൽ തനിച്ചല്ലേ ആഹാരം കഴിക്കുന്നത്.
അതുപോലെ തന്നെ മനസ്സിൽ വിചാരിച്ച സാറിന് കഴിക്കാമല്ലോ. ഇനി അങ്ങോട്ടും എത്ര ദിവസം അങ്ങനെ പോകണമെന്ന് നമുക്കറിയില്ലല്ലോ. മനസ്സിലായി സുലക്ഷ്മി. താനിപ്പോ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ വിഷമത്തിന്റെ കാരണക്കാരനായ ഞാനും അപ്പോൾ ആഹാരം കഴിക്കുന്നത് ശരിയല്ല. തനിക്ക് വേണമെങ്കിൽ എനിക്കും വേണ്ട. എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും വിഷമങ്ങൾക്കും കാരണം ഞാൻ തന്നെയാണ് സർ. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. സാറിനും. ഞാൻ എന്റെ പ്രവൃത്തികൾ നിയന്ത്രിച്ചില്ല, അല്ലെങ്കിൽ എനിക്കതിന് കഴിഞ്ഞില്ല. പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് ചെയ്തത് ഞാൻ. അതൊരിക്കലും സാർ ഏറ്റെടുക്കേണ്ട തെറ്റല്ല. എന്റെ അവസ്ഥ ഇവിടെ ഓഫീസിലും എല്ലാരും അറിഞ്ഞു, അല്ലേ സർ? നമ്മുടെ സ്റ്റാഫുകളുടെ നോട്ടത്തിലും പെരുമാറ്റത്തിലും എന്നോടുള്ള ആ പഴയ സ്നേഹമല്ല ഉള്ളത്. സഹതാപത്തോടെ എന്നെ അവർ നോക്കുമ്പോ, സംസാരിക്കുമ്പോ എന്റെ ഈ അവസ്ഥ എനിക്ക് തന്നെ ഉൾക്കൊള്ളാനാവുന്നില്ല സർ. ശ്രീലക്ഷ്മി, ആരുടെയും ചിന്തകളെയും പ്രവൃത്തികളെയും നമുക്ക് മാറ്റാനാവില്ല. പക്ഷെ ശ്രമിച്ചാൽ നമുക്ക് മാറാനാവും. താൻ ആര് പറയുന്നത് ശ്രദ്ധിക്കാനോ ആരുടെയും സഹതാപം നിറഞ്ഞ നോട്ടങ്ങളെ ഫേസ് ചെയ്യാനോ നിൽക്കേണ്ട. തനിക്ക് വില തരാത്ത ഇടങ്ങളിൽ നിന്ന് താൻ മാറി നിൽക്കുക. ഒരു പരാതിയും ഇല്ലാതെ തന്നെ. അവഗണിക്കുന്നവരെ അവരുടെ വഴിക്ക് തന്നെ വിട്ടേക്ക്. അവർക്കൊക്കെ മാറ്റങ്ങളിലൂടെ വേണം താൻ ഉത്തരം കൊടുക്കാൻ. ആരൊക്കെ അവഗണിച്ചാലും തള്ളിപ്പറഞ്ഞാലും തന്നെ വിട്ട് ഞാൻ പോകാത്തിടത്തോളം താൻ ഒറ്റക്കല്ല. തനിക്ക് ഞാനുണ്ട്. ഞാനുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും തന്നോടൊപ്പമാണ്. എത്ര ദിവസമായി നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട്? താൻ കഴിക്കേ. ഭക്ഷണത്തിന് മുന്നിലിരുന്ന് കണ്ണ് നനയ്ക്കാതെ ശ്രീലക്ഷ്മി. തന്റെ ദേഷ്യവും മനപ്രയാസവും വാശിയും ഭക്ഷണത്തോടും ഈ എന്നോട് കാണിക്കരുത്. വേണ്ട സർ. സാറ് കഴിക്കേ. താൻ കഴിക്കണോ? എനിക്ക് എപ്പോ വേണേലും കഴിക്കാമല്ലോ സർ. എന്റെ കൈകൊണ്ട് സാറിന് ഒരു പിടി ആഹാരം വാരിത്തരാൻ എനിക്കിനി കഴിഞ്ഞില്ലെങ്കിലോ? ഇതെന്റെ വലിയ ആഗ്രഹം. ചിലപ്പോ ഞാനീ തരുന്നത് അവസാനത്തെ ഒരു കൈ ആഹാരമാണെങ്കിലോ? എന്ത് ശ്രീലക്ഷ്മി താനീ പറയുന്ന? അതെ സർ. എനിക്ക് ട്രീറ്റ്മെന്റ് നടക്കല്ലേ. ട്രീറ്റ്മെന്റ് അവസാനം ഡോക്ടർ എനിക്ക് മാനസിക രോഗമാണെന്ന് ഉറപ്പിച്ച പിന്നെ വീട്ടിലെ ഒരിരുട്ട് മുറിയിലോ മെന്റൽ ഹോസ്പിറ്റലിലോ ആയിരിക്കില്ല സർ. ഭ്രാന്തുള്ള ആളുകളുടെ അടുത്തേക്ക് ആരാ സാർ വരാറ്? ആരും വരാൻ പോകുന്നില്ല. 4 ചുമരുകൾക്കുള്ളിൽ ഇരുട്ടിലേക്ക് ഈ ശ്രീലക്ഷ്മിയുടെ ജീവിതം ഒതുങ്ങും. നമസ്കാരം സാർ. നമസ്കാരം ശ്രീലക്ഷ്മി അച്ഛാ. വാ സാറേ, അകത്തേക്ക് ഇരിക്കാം. അയ്യോ വേണ്ട ശ്രീലക്ഷ്മി അച്ഛാ, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. ഞാൻ ഇറങ്ങാണ്. പോയിട്ട് അല്പം ധൃതിയുണ്ട്. സാറ് ഇത്രയും വരെ വന്നിട്ട് കയറാതെ പോയിന്ന് സരോജ അറിഞ്ഞ അവളിന് വഴക്കുറയും. ഓ, സരോജമ്മയുടെ? അവളകത്തുണ്ട് അടുക്കളയില്. ഓ, നിങ്ങൾ വന്നത് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. എങ്കിൽ സരോജമ്മയോട് ഞാൻ വന്നിരുന്നു എന്ന് പറയണ്ട. എനിക്ക് പോയിട്ട് ധൃതിയുള്ളതുകൊണ്ട്. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. സാർ, ശരി സർ. സാർ, ഒരു നിമിഷം. എനിക്ക് സാറിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ ശ്രീലക്ഷ്മി അച്ഛാ, ചോദിച്ചോളൂ. സാർ, അത് നിങ്ങളെ രണ്ടാളെയും ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടുവന്ന്
എനിക്ക് പരിചയമുള്ള ഒരു നേഴ്സ് വിളിച്ചു പറഞ്ഞു. ഞാൻ പോയി നോക്കിയപ്പോൾ അവിടെയുള്ളത് നിങ്ങളല്ല. ശരിക്കും നിങ്ങൾ രണ്ടാളും ഹോസ്പിറ്റലിൽ പോയിരുന്നില്ലേ സൈക്കാട്രിസ്റ്റിനെ കാണാൻ? ഈശ്വര, അച്ഛൻ എന്നെ കണ്ടു കാണൂ. ഇല്ലച്ച, ഞങ്ങള് ഹോസ്പിറ്റലിലൊന്നും പോയില്ലല്ലോ. പക്ഷെ ആ നേഴ്സ് ആദ്യം പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് ആകെ ഒരു വെപ്രാളായി. അതാ ഞാൻ ഓടിക്കറിച്ച് ആശുപത്രിയിലേക്ക് പോയത്. ഏത് നഴ്സാച്ചാ? അച്ഛൻ പറഞ്ഞിട്ടില്ലേ പരിചയമുള്ള ഒരു നേഴ്സ് ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന്? ആ നേഴ്സാ. നമ്മുടെ കടയിൽ വെച്ച് മോള് ഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഞാൻ ആ നേഴ്സിനെ മോളെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ആ കുട്ടിക്ക് ആള് മാറിപ്പോയതാണെന്ന് പറഞ്ഞതില് എന്തോ ഒരു... ആ നഴ്സ് പറഞ്ഞത് സത്യാച്ചാ. മോളെ, ആ കുട്ടി മറ്റാരെയോ കണ്ട് തെറ്റിദ്ധരിച്ചതാ. ഞങ്ങൾ എന്തിനാ അച്ഛാ സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോകുന്നത്? ഒരു തവണ പോയത് ഒരു ഓഫീസ് സ്റ്റാഫും എന്റെ സുഹൃത്തുമായ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാ. ആ കുട്ടി ഇപ്പോ ഡോക്ടറെ നേരിട്ട് പോയി കാണുക. ആ അച്ഛൻ പേടിക്കുന്ന പോലെ ഒന്നുമില്ല. Nice. Thank you, sir. Thank you so much. This is the most valuable gift in my entire life. എന്നാ പിന്നെ നമുക്ക് ഈ കേക്ക് കിട്ടിയതാലോ. Come on. സാറ് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ടുവന്ന ഗിഫ്റ്റ് അല്ലേ ഇത്? അപ്പോ സാറ് തന്നെ ഇത് അണിയിച്ചു തരണം. സാർ അതില് വേറൊന്നും കരുതണ്ട. ഞാനും ഒന്നും കരുതിയിട്ടല്ല പറഞ്ഞത്. സർ പ്ലീസ്. സാൻഡ്രയുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം അടുത്ത ജന്മദിനത്തിൽ കൂട്ടിനൊരാളെയും കിട്ടട്ടെ എന്ന്. 1000 അല്ല 10,000 പൂർണ്ണചന്ദ്രന്മാരെ കാണാനും ഭാഗ്യമുണ്ടാകട്ടെ. ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരില്ലെന്ന് പറഞ്ഞ? അതെ അമ്മേ, ശ്രീലക്ഷ്മി മെന്റലി വളരെ ഡിസ്റ്റർബ്ഡാണ്. ശ്രീലക്ഷ്മിക്കിപ്പോ ഒരു ചേഞ്ച് വളരെ ആവശ്യമാണ്. ചില കാര്യങ്ങളിൽ നിന്നും ശ്രീലക്ഷ്മി ഇപ്പൊ അകറ്റി നിർത്തുന്നത് നല്ലതെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അകറ്റി നിർത്തണമെന്നോ? ആരിൽ നിന്ന്? ഇനി അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ആരും അവളോട് സംസാരിക്കില്ല. അതിന് ഞാൻ സമ്മതിക്കേയില്ല. ഇവിടെയുള്ളവരുടെ ആരുടെയും കാര്യമല്ലമ്മേ ഞാൻ പറഞ്ഞത്. പിന്നെ ആരിൽ നിന്ന് അവളെ അകറ്റി നിർത്തേണ്ടത്? രാജനന്ദിനിയിൽ നിന്ന്. രാജനന്ദിനിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുകയോ കാണുകയോ ചെയ്താൽ ശ്രീലക്ഷ്മി അബ്നോർമലാകാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്.
അത് ചിലപ്പോ മുമ്പ് നടന്നതുപോലെ ആകണമെന്നില്ല. അതിൽ കൂടുതൽ പ്രവൃത്തികൾ ശ്രീലക്ഷ്മിയിൽ നിന്നുണ്ടാവും. അതുകൊണ്ട് രാജനന്ദിനിക്കായി ഇതുവരെ നമ്മൾ താമസിച്ച എല്ലാ വീടുകളിലും ഒരു പ്രത്യേക റൂം മാറ്റിവെക്കാറുണ്ട്. അതിൽ രാജനന്ദിനിയുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ സൂക്ഷിക്കാറുണ്ട്. അതിനെല്ലാം ഉപരി രാജനന്ദിനിക്ക് ആ മുറിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടാവും. അതിനിപ്പോ എന്താ? നമ്മൾ ഈ വീട് ഷിഫ്റ്റ് ചെയ്ത് മറ്റൊരിടത്തേക്ക് താമസം മാറണം. ദൈവമേ, ഇവളുടെ വട്ട് കാരണം ലോട്ടറി അടിച്ച ലക്ഷണമാണല്ലോ. ഇതാണ് അവസരം. ഇവരെ ഈ വീട്ടിൽ നിന്ന് ഷിഫ്റ്റ് ആയ പിന്നെ ഈ വീട് എനിക്കാ. നല്ലൊരു ഡിസിഷനാ ബ്രദറല്ലോ. നമുക്കിപ്പോ വലുത് ശ്രീലക്ഷ്മിയല്ലേ. ഈ ചുറ്റുപാടുകളൊക്കെ ശ്രീലക്ഷ്മിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെങ്കിൽ മദറിലോയുടെയും ബ്രദറിലോയുടെയും താമസം മാറുന്നത് തന്നെയാ നല്ലത്. മനസ്സിന് ഒരല്പം വിഷമുണ്ടാക്കുന്ന കാര്യമാണ്. എങ്കിലും സാരമില്ല, ഞാനും രഘു ഇവിടെ ഒറ്റയ്ക്ക് താമസിച്ചോളാം. നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോയാലും ഇടയ്ക്കൊക്കെ കാണാൻ വരണം കേട്ടോ. മദറിലോ എന്നും എന്നെ വിളിക്കുകയും വേണം. രേഖ, എന്താ ഈ പറയുന്നേ? അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ചേട്ടായി അമ്മയും വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല. ഇവരെവിടെയാണോ അവിടെ തന്നെ ഞാനും ഉണ്ടാവും. അങ്ങനെയെങ്കിൽ രഘു അവരുടെ കൂടെ താമസം മാറ്റിക്കോ. ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് മതി. എനിക്കതിലൊരു ബുദ്ധിമുട്ടുമില്ല. രേഖ, മോളെ ശ്രീലക്ഷ്മി, എന്താ മോളെ, ഉറങ്ങിയില്ലേ നീ ഇതുവരെ? അത് അച്ഛാ, ഞാൻ ഈ ഫയലുകളൊക്കെ നോക്കുമായിരുന്നു. അതൊക്കെ നാളെ നോക്കാം മോളെ. ഇപ്പം മോള് സമാധാനമായിട്ട് കിടന്നുറങ്ങ്. ഞാൻ മോളുടെ മുറിയിലെ ലൈറ്റ് കണ്ടു നോക്കിയതാ. മോള് കിടന്നുറങ്ങിക്കോ. അച്ഛൻ ലൈറ്റ് ഓഫ് ചെയ്തോളാം. ശരി അച്ഛാ. ശരി ശരി. എനിക്കിനി ഉറങ്ങാനാവില്ല അച്ഛാ. ആ ഫോട്ടോയിലുള്ള സ്ത്രീ ആരാണെന്നും അവർക്ക് രാജനന്ദിനിയുമായുള്ള ബന്ധം എന്താണെന്നും അറിയാതെ എനിക്ക് ഉറങ്ങാനാവില്ല.